ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും മറ്റ് മതങ്ങളിലെ സ്ത്രീകളോടുള്ള ദേവാലയങ്ങളുടെ സമീപനത്തെയും ഒക്കെ പുനഃപരിശോധിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഏപ്രിൽ 7 മുതൽ 2 ആഴ്ച നടത്താൻ പോകുന്ന സിറ്റിംഗിൽ 9 അംഗ ബെഞ്ചാണ് ഈ വിഷയങ്ങൾ കേൾക്കുന്നത്. ആ 9 അംഗ ബെഞ്ച് 7 പ്രധാനപ്പെട്ട പോയിന്റുകളെ മുൻനിർത്തി ആയിരിക്കും അവരുടെ വാദങ്ങൾ നടത്താൻ സാഹചര്യം ഒരുക്കുക എന്ന് ഇന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവ ഒന്ന്, ആർട്ടിക്കിൾ 25 വ്യക്തികൾക്ക് മതങ്ങളിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ആചാരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവരുടെ അവകാശങ്ങൾ എവിടെ വരെ ആകാം എന്ന് ഒന്നാമത്തെ പോയിന്റിൽ സുപ്രീം കോടതി പരിശോധിക്കും. രണ്ടാമത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വ്യക്തികളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഒരു സംഘടന എന്ന അർത്ഥത്തിൽ നമ്മുടെ മത സംവിധാനങ്ങൾ ആർട്ടിക്കിൾ 26 അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 25ഉം 26ഉം തമ്മിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, എവിടെ വരെയൊക്കെ ആയിരിക്കണം പൊരുത്തപ്പെടേണ്ടത് എന്ന് നമ്മുടെ സുപ്രീം കോടതി പരിശോധിക്കുമെന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത്, നോക്കൂ, ഭരണഘടനയുടെ മൗലിക അവകാശം പാർട്ട് 3 പറയുന്ന മൗലിക അവകാശങ്ങളെ മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആർട്ടിക്കിൾ 25ഉം 26ഉമായി ബന്ധപ്പെടുത്തി ഇതിലേതിനായിരിക്കണം മുഖ്യ പരിഗണന എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്നു. ഇനിയും മൊറാലിറ്റി ഓഫ് ആർട്ടിക്കിൾ 25, 26 വിശ്വാസികൾക്ക് വിശ്വാസത്തോടുള്ള അവർ കാണിക്കേണ്ട സത്യസന്ധതയും അതിൻ്റെ നീതിയുക്തതയും ഭരണഘടനയുടെ നീതിയുക്തയും ഇത് രണ്ടിനെയും പരസ്പര പൂരകമാക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ വേണ്ടിവരും എന്ന് സുപ്രീം കോടതി പരിശോധിക്കുമെന്ന് പറയുന്നു. മറ്റൊന്ന്, ജുഡീഷ്യറിക്ക് നമ്മുടെ കോടതി വ്യവഹാരങ്ങൾക്ക് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന ഭരണഘടന വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്ന അവരുടെ വിശ്വാസ വിഷയങ്ങൾ ഇടപെടുമ്പോൾ എവിടെ വരെ ജുഡീഷ്യറിക്ക് ഈ വിഷയങ്ങൾ ഇടപെടാൻ കഴിയും എന്ന് സുപ്രീം കോടതിയുടെ ഈ 9 അംഗ ബെഞ്ച് പരിശോധിക്കും. മറ്റൊന്ന്, സെക്ഷൻ ഓഫ് ഹിന്ദു കോഡ് അനുസരിച്ച് ഹിന്ദുക്കൾ, പാർസികൾ, ജൈനന്മാർ, ബുദ്ധന്മാർ ഇവരൊക്കെ അടങ്ങുന്ന ഹിന്ദു മതത്തിന് നിർവചനത്തിൽ വരുന്ന ആളുകളുടെ പരസ്പര വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അവകാശങ്ങളും ഇവിടെ പരിശോധിക്കുന്നു. ഏഴാമത്, ഒരു മതത്തിലെ വിശ്വാസി അല്ലാത്ത ഇല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ വിശ്വാസിയായ ഇല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കത്തില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരു മതവിശ്വാസത്തിന്റെ വിഷയങ്ങളെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിനെ പൊതു ഹർജിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ എന്നും സുപ്രീം കോടതി പരിശോധിക്കുന്നു. ഇതൊക്കെ പരിശോധിക്കുമ്പോഴും ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 25ഉം 26ഉം ജനങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും മതസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനുമുള്ള മുഴുവൻ അവകാശങ്ങളും ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിയും വ്യക്തികളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യാത്ത തരത്തിലും ആയിരിക്കണം എന്ന സൂചന നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി കേരളത്തെയും ഇന്ത്യയിലെ മറ്റ് മതവിശ്വാസികളുടെ ആചാരപരമായ കാര്യങ്ങളെയും ഒരിക്കൽ കൂടി ഏപ്രിൽ 7 മുതൽ 2 ആഴ്ചക്കാലം പരിശോധിക്കാൻ പോകുന്നത്. ആ വിധി എന്തായിരുന്നാലും ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന സമത്വത്തെയും സാഹോദര്യത്തെയും ഏതെങ്കിലും ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരരായി കാണാതിരിക്കാനുള്ള മൂല്യവത്തായ ആശയങ്ങളെയും ഉയർത്തിപ്പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.